ആയിരം. ആരാണ്? ആരാണ്? ആയിരത്തിൽ എത്ര നൂറുകളുണ്ട്? ആയിരത്തിൽ എത്ര പത്തുകളുണ്ട്? ആയിരത്തിൽ എത്ര ആയിരം ഉണ്ട്? എപ്പോഴും ചോദിക്കും. പല ആൾക്കാരാണ് തെറ്റിക്കും. അതിന്റെ എളുപ്പവഴിയില്ലേ? ആ എളുപ്പവഴിയാണ് മാറ്റി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ചോദിക്കാണ് ആയിരത്തിൽ എത്ര നൂറുകൾ? ആയിരത്തിൽ എത്ര നൂറുകൾ? അപ്പൊ നമ്മുടെ മനസ്സിൽ ആരെ കാണണം? നൂറിനെ കാണണം. ആരെ കാണണം? നൂറിനെ. നൂറിൽ എത്ര പൂജ്യങ്ങളുണ്ട്? ആ 2. ഈ 1000ത്തിൽ നിന്ന് ആ 2 പൂജ്യത്തിന് മാറ്റി നിർത്തിക്കോ. അപ്പൊ എത്ര? 10 നൂറുകൾ. എങ്ങനെയാ? 10 നൂറുകൾ. ഇനി ചോദിക്കാണ് 1000ത്തിൽ എത്ര പത്തുകളുണ്ട്? 1000ത്തിൽ എത്ര പത്തുകളുണ്ട്? നമ്മളെ മനസ്സിലേക്ക് ആദ്യത്തെ 10 വരട്ടെ. 10ൽ എത്ര പൂജ്യം? 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പൂജ്യത്തിന് മാറ്റി കേട്ടോ. അപ്പൊ എത്രയാ? 100 പത്തുകൾ. എത്ര പത്തുകൾ? 100 പത്തുകൾ. ഇനി 1000. 1000ത്തിൽ എത്ര ആയിരം എന്ന് ചോദിച്ചാൽ 1000ത്തിൽ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം അല്ലേ? അപ്പൊ ആ 3 പൂജ്യം ഒഴിവാക്കിയാൽ 1000ത്തില് ഒരു 1000 ആണ് 1000.